നമ്മുടെ പ്രധാനമന്ത്രിക്ക് നിശബ്ദതയും അല്ലെങ്കിൽ നിലപാടുകളും ഒന്നും ഇല്ലാത്ത ആളാണ്. അദ്ദേഹം മിണ്ടാതിരിക്കുന്നത് ഒന്നും അറിയാത്തത് കൊണ്ടാണ്, ആലോചിച്ച് തീരുമാനിക്കാനാണ്, അല്ലെങ്കിൽ അങ്ങനെ ആലോചിക്കുന്നത് കൊണ്ട് ഉണ്ടാകുന്ന നന്മയെ ആഗ്രഹിച്ചാണ് മിണ്ടാതിരിക്കുന്നത് എന്നൊക്കെ വിചാരിച്ചാൽ തെറ്റാണ്. അദ്ദേഹം മണിപ്പൂരിൽ ഇതുവരെ പോകാത്തതിനുള്ള കാരണം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ നന്നായുണ്ട്. അദ്ദേഹം പല സംഗതികളും നടക്കുമ്പോൾ, ഇപ്പോൾ കടകളുടെ പേരിൽ, ജാതിയുടെ പേരിൽ, മതത്തിൻ്റെ പേരിലൊക്കെ ആക്രമണം നടക്കുമ്പോൾ ഒന്നും മിണ്ടാതിരിക്കുന്നത് ശീലമായതുകൊണ്ടോ കാര്യങ്ങളെക്കുറിച്ച് അറിയാത്തതുകൊണ്ടോ അല്ല. അങ്ങനെയൊക്കെ സംഭവിക്കുന്നതിൽ അദ്ദേഹത്തിന് ഉള്ളിലെവിടെയോ ചെറിയൊരു സന്തോഷമുള്ളതുകൊണ്ടാണ്. ഞാനിത് പറഞ്ഞത് വേറൊന്നും കൊണ്ടല്ല. ഷെഡ്യൂൾഡ് കാസ്റ്റ് വിഭാഗത്തിൽ ക്രീമി ലെയർ എന്ന് പറയുന്ന ഒരു രീതി അത് അവലംബിക്കാൻ ഒരിക്കലും സമ്മതിക്കില്ലെന്ന് പ്രധാനമന്ത്രി പറഞ്ഞത്രേ. NDA മുന്നണിയിലെയും BJPയിലെയും SC/ST മെമ്പർമാർ പ്രധാനമന്ത്രിയെ കണ്ടപ്പോഴാണ് കൃത്യമായി അദ്ദേഹം ഈ നിലപാട് പറഞ്ഞത്. എന്നാൽ എത്രയോ ആളുകൾ നമ്മുടെ നാട്ടിൽ നിന്നും അല്ലാതെയുമൊക്കെ പല ആവശ്യങ്ങളുമായി പോയി കാണുന്നു, പലതും ആവശ്യപ്പെടുന്നു, പത്രങ്ങൾ ആവശ്യപ്പെടുന്നു, പാർലമെൻറ്റിൽ ആവശ്യപ്പെട്ടു പ്രധാനമന്ത്രി മണിപ്പൂരിൽ പോകണം, അവരെ സങ്കടം കേൾക്കണമെന്നൊക്കെ. പക്ഷേ അദ്ദേഹം അവിടേക്ക് പോകാതിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ സവിശേഷമായ ചില മാനസികാവസ്ഥകളുടെ ഭാഗമാണ്. അതൊന്നും നമ്മുടെ കാസാക്കൂസന്മാർക്കൊന്നും അറിയില്ല, ആ ഭാവങ്ങളുടെ ഉള്ളിൽ അന്തർലീനമായിരിക്കുന്നത് എന്താണെന്നൊക്കെ. ഏതായാലും ഇപ്പം ഞാനിത് പറഞ്ഞതെന്തെന്നറിയോ, സുപ്രീം കോടതി ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് വളരെ സുപ്രധാനമായ ഒരു വിധി പ്രസ്താവന നടത്തി. ചീഫ് ജസ്റ്റിസ് ചന്ദ്രചൂഡ് അടക്കമുള്ള ഏതാണ്ട് 9 അംഗ ഭരണഘടനാ ബെഞ്ചാണ് 8-1 എന്ന ക്രമത്തിൽ ഒരാൾ വിയോജിക്കുകയും 8 പേർ പിന്തുണയ്ക്കുകയും ചെയ്തൊരു ജഡ്ജ്മെൻറ്റ് പുറത്തുവിട്ടത്. ആ ജഡ്ജ്മെൻറ്റ് വളരെ കൃത്യമാണ്. അവരതിൽ പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചാൽ, ഓരോ സംസ്ഥാനത്തെയും പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളെ അവർക്ക് ലഭിച്ചിട്ടുള്ള സംവരണാനുകൂല്യങ്ങൾ ഉപയോഗിച്ച് വളർന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അതിൽ തന്നെ താഴെയുള്ളവർക്ക് ഒരു പരിഗണന കൊടുക്കും വിധം അതിൻ്റെ ക്രമീകരണങ്ങൾ വരുത്തുന്നതിന് സംസ്ഥാനങ്ങൾക്ക് അധികാരമുണ്ട് എന്നാണ് പറഞ്ഞത്. വളരെ സിമ്പിളല്ലേ അത്? അതായത് പട്ടികജാതി പട്ടികവർഗം എന്ന് പറയുന്ന വിഭാഗത്തിൽ ആ പട്ടികയിൽ വന്ന ഒരുപാട് ജാതി മതങ്ങളുണ്ട് നമ്മുടെ രാജ്യത്ത്, നമ്മുടെ സംസ്ഥാനങ്ങളിൽ. അതിൽ ഈ സംവരണങ്ങളും ഇത്തരം വളർച്ചയും പുരോഗതിയും ഉണ്ടാകുന്നത് ചില പ്രത്യേക വിഭാഗങ്ങൾക്കാണ്. എനിക്കതിൻ്റെ ഏത് മാർഗത്തിലാണ്, ഏത് കണക്കാണെന്നുള്ളതിനെക്കുറിച്ച് ഞാനതിൽ പഠിച്ചിട്ടില്ല. ഏത് വിഭാഗമാണെന്നുള്ളത് ആഴത്തിൽ പഠിക്കേണ്ട വിഷയമാണ്. അപ്പോൾ പട്ടികജാതിക്ക് കൊടുക്കുന്നു, പട്ടികവർഗത്തിൽ കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ ആ പട്ടികജാതിയിലും പട്ടികവർഗത്തിലും, പട്ടികജാതി എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു, നമ്മുടെ ഭരണഘടനയുടെ ഈ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ജാതികളാണ് പട്ടികജാതികൾ, വർഗമാണ് പട്ടികവർഗം, അല്ലാതെ ഏതെങ്കിലും ഒരു ജാതിയല്ലത്. അപ്പോൾ അതിലുള്ള പിന്നോക്ക വിഭാഗങ്ങളെ കണ്ടുപിടിക്കുന്നതിന് വേണ്ടി ഒരു ക്രീമി ലെയർ സംഗതി സ്റ്റേറ്റുകൾക്ക് നടത്താമെന്നും, എന്നാൽ അത് നിയമപരമായ പരിശോധനയ്ക്ക് വിധേയമായിരിക്കുമെന്നും, കൃത്യമായ ഡേറ്റയുടെ അടിസ്ഥാനത്തിലായിരിക്കണം അങ്ങനൊരു നിഗമനത്തിലേക്കും ഒരു അനുമാനത്തിലേക്കും ഒരു അപഗ്രഥനത്തിലേക്കും സഞ്ചരിക്കേണ്ടതെന്നുമാണ് ഇതിൽ വിധി വന്നത്. എന്നാൽ ആ വിഷയങ്ങൾ MP-മാർ പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ അതൊരു കാരണവശാലും നടപ്പിലാക്കില്ല എന്ന് പറയുന്ന ഒരു തീരുമാനത്തിലേക്കെത്തി. ചിലരൊക്കെ പറയുന്നത് ഈ ക്രീമി ലെയർ സിദ്ധാന്തം ചില സമൂഹങ്ങളെ ഒറ്റപ്പെടുത്തുന്നതിനും ഇല്ലാതാക്കുന്നതിനും വേണ്ടിയാണ് എന്ന ആക്ഷേപമുണ്ട്. മുസ്ലിം വിഭാഗത്തിലൊക്കെ ഈ ക്രീമി ലെയർ കൊണ്ടുവന്നപ്പോൾ പിന്നെ സംവരണാനുകൂല്യം ലഭിക്കുന്നവരില്ല എന്നൊക്കെ പറയുന്ന ചില ചർച്ചകളൊക്കെ ഉണ്ടായിരുന്നു. ഏതായാലും ഇവിടെ കൃത്യമായി പ്രധാനമന്ത്രി നിലപാട് പറഞ്ഞു. അപ്പം നമ്മുടെ പ്രധാനമന്ത്രി മിണ്ടും, കാര്യങ്ങൾ പറയും, നിലപാടെടുക്കും. ചിലയിടത്തേ ഉള്ളൂ മൗനം. ആ മൗനത്തിന് അർത്ഥമുണ്ട്, ആഴത്തിലുള്ള അർത്ഥമുണ്ട്.